അടിയന്തര അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിൽ ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാനാണ് സാധ്യത. ജലീൽ കണ്ണമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. ലോകം ഉറ്റുനോക്കുന്ന അടിയന്തര അറബ് ഇസ്ലാമിക ഉച്ചകോടിയാണ് ഇന്ന് ഖത്തറിൽ ആരംഭിക്കുന്നത്. ഇന്നും നാളെയുമായി അറബ് ഇസ്ലാമിക രാഷ്ട്ര നേതാക്കൾ ദോഹയിൽ സമ്മേളിക്കും. ഉച്ചകോടിക്ക് മുന്നോടിയായി വിദേശകാര്യ മന്ത്രിമാർ ചേർന്ന് സംയുക്ത പ്രസ്താവന തയ്യാറാക്കും. ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെതിരെ ശക്തമായ നടപടി ഈ ഉച്ചകോടി ആവശ്യപ്പെടും. പ്രത്യേകിച്ച് ഖത്തറിൽ നടന്ന ഇസ്രായേൽ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ. അതിനു പുറമെ നെതന്യാഹു നടത്തിയ ഭീഷണി, അതായത് ഏതൊക്കെ രാഷ്ട്രങ്ങളാണോ ഹമാസ് നേതാക്കൾക്ക് അഭയം നൽകുന്നത് ആ രാഷ്ട്രങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടാവും എന്നുള്ള നെതന്യാഹുവിൻ്റെ ഭീഷണിയും ഉച്ചകോടി ചർച്ച ചെയ്യും. പലസ്തീൻ പ്രശ്നത്തിന് ദ്വിരാഷ്ട്ര പരിഹാരം വേണം എന്നാണ് അറബ് ഇസ്ലാമിക രാജ്യങ്ങളും അതോടൊപ്പം തന്നെ പല യൂറോപ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളും ആവശ്യപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം UN ഉണ്ടായ ഒരു പ്രമേയം പാസാക്കി. ഈ പ്രമേയത്തിന് ഇന്ത്യ ഉൾപ്പെടെയുള്ള 142 രാഷ്ട്രങ്ങളാണ് അനുകൂലമായി വോട്ട് ചെയ്തത്. അമേരിക്കയും ഇസ്രായേലും ഉൾപ്പെടെ 2 രാജ്യങ്ങൾ മാത്രമാണ് എതിർത്ത് വോട്ട് ചെയ്തത്. ഒട്ടേറെ രാജ്യങ്ങൾ പലസ്തീന് അനുകൂലമായി രംഗത്ത് വരുന്നു എന്നുള്ള ഒരു പശ്ചാത്തലം ഈ ഉച്ചകോടിക്ക് ഉണ്ട്. ഇനി എന്ത് നടപടിയാണ് അറബ് ഇസ്ലാമിക രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ ഒക്കെ സ്വീകരിക്കേണ്ടത് എന്നതായിരിക്കും ഉച്ചകോടിയിൽ പ്രധാനമായും ചർച്ച വരിക. അമേരിക്കയുമായുള്ള ബന്ധത്തെ ഇത് ബാധിക്കുമോ എന്നുള്ള ഒരു ഉറ്റുനോക്കുകയാണ് ലോകം. അതായത് അമേരിക്കയുടെ ഏറ്റവും വലിയ പശ്ചിമേഷ്യയിലെ സൈനിക താവളമുള്ളത് ഖത്തറിലാണ്. അതോടൊപ്പം തന്നെ മറ്റു ഗൾഫ് രാജ്യങ്ങളിലുമെല്ലാം ഉണ്ട്. അമേരിക്കയുമായുള്ള ഈ ബന്ധത്തെ ബാധിച്ചു കഴിഞ്ഞാൽ അത് മേഖലയിൽ തന്നെ വലിയ ഒരു പ്രതിസന്ധി ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഉച്ചകോടിക്ക് ഏറെ പ്രാധാന്യമുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.